ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ടി വി ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ഒരു യുവാവ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വായ വല്ലാണ്ട് തുറന്നിരിക്കുന്നുണ്ട്. താടി അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റുന്നില്ല. വായ തുറന്നിരിക്കുന്നു, നാവ് മാത്രം കാണാം. വായ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. വല്ലാതെ പരിഭ്രാന്തരായിരിക്കുന്ന ഒരു യുവാവ്. താടിയെല്ല് പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് തുറന്നു പോയി കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പലപ്പോഴും നിങ്ങളിൽ പലരും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇങ്ങനൊരു അവസ്ഥ വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. ടെമ്പറോ മാൻഡിബുലർ ഡിസ്ലൊക്കേഷൻ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. അതായത് നമ്മുടെ താടിയെല്ല് വല്ലാണ്ട് തുറന്നു പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് ഒരു ലോക്ക് ആകുന്ന ഒരു അവസ്ഥയിലെത്തും. പിന്നെ ഇത് തിരിച്ച് തനിയെ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പേടിച്ച് പോലെ വായ ഇങ്ങനെ തുറന്നു പോയി വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് സംഭവിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ വായ ഇങ്ങനെ തുറന്നു പോകുന്നതിൻ്റെ കാരണങ്ങളും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും ഈ പ്രശ്നത്തിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പലവിധ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇത് മാറ്റാനായിട്ട് ചെയ്യേണ്ട സിമ്പിൾ ചില മാർഗ്ഗങ്ങളും പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ താടിയെല്ല് തുറന്നടയുന്നുണ്ട്. ഈ താടിയെല്ല് തുറന്നടയുന്നതിന് ഇവിടെ ഈ മാൻഡിബിൾ എന്ന് വിളിക്കുന്ന ഒരു താടിയെല്ലുണ്ട്. ഈ താടിയെല്ല് നമ്മുടെ തലയോട്ടിയുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ജോയിൻ്റാണ്, ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് എന്നാണ് പറയുന്നത്. ഈ ജോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും താടിയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഭാഗത്തുള്ള മസറ്റർ മസിൽസ് ഉണ്ട്, ഈ ഭാഗത്തുള്ള കണക്റ്റീവ് മസിൽസ് ഉണ്ട്. ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിരുന്നാലോ ഈ ഭാഗത്ത് ഏൽക്കുന്ന എന്തെങ്കിലും ക്ഷതങ്ങളോ നമുക്ക് പലപ്പോഴും ഈ താടിയെല്ല് ഇവിടെ നിന്ന് വിട്ടുപോകുന്നതിന് കാരണമാകും. നമ്മൾ സാധാരണ വാ തുറക്കുമ്പോൾ മാക്സിമം ഒരു 2 സെൻറ്റിമീറ്ററാണ് നമ്മൾ വാ തുറക്കുക. 2 സെൻറ്റിമീറ്റർ തുറക്കുമ്പോൾ ഈ താടിയെല്ലിന് വലിയ പ്രോബ്ലം വരാറില്ല. എന്നാൽ 2 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് നമ്മൾ വായ ഫോഴ്സ്ഫുള്ളി തുറക്കുന്ന സമയത്ത് ഈ ചിലരിൽ, എല്ലാവരിലും സംഭവിക്കില്ല കേട്ടോ, ചിലരിൽ ഈ താടിയെല്ല് ഈ ജോയിൻറ്റിൽ നിന്ന് താഴേക്ക് വിട്ടുപോവുകയും നമ്മുടെ താടിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ള ലോക്ക് മുന്നിലേക്ക് മാറി പുതിയൊരു കുഴിയിലേക്ക് പോയി വീഴുകയും ചെയ്യും. അതായത് ഈ കുഴിയിൽ കിടക്കേണ്ട നമ്മുടെ ഈ ഭാഗത്തുള്ള ലോക്ക് ഇവിടെ നിന്ന് ഇളകി താഴെ മുന്നിലേക്ക് തിരിഞ്ഞ് ഇവിടെ വന്ന് കയറി ഇരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് താടി തുറന്നു തന്നെ ഇരിക്കും, അടയ്ക്കാൻ പറ്റത്തില്ല. വല്ലാണ്ടൊരവസ്ഥ. ഈ വാഴ തുറന്നിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മസിൽ വലിഞ്ഞ് വേദനയും അസഹ്യമായിട്ടുള്ള ഒരു കഴപ്പും അനുഭവപ്പെട്ടുന്ന ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ ഈ ടെമ്പറോ മാൻഡിബുലർ ഡിസ്ലൊക്കേഷനിൽ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം ഇവിടെയുള്ള മസിലിനുണ്ടാകുന്ന ഡാമേജോ ഈ ജോയിൻറ്റിന് നീർക്കെട്ടുണ്ടായാലോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി, ട്രോമ ഈ ഭാഗത്തുണ്ടാകുന്നു, ഇപ്പോൾ മുഖമടച്ച് അടി കിട്ടുന്നു, താടിയെല്ലിന് ഇടി കിട്ടുന്നു ഉള്ള സാഹചര്യത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഇത് ഒരു ഭാഗത്തേക്ക് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കോട്ടുവായ വളരെ ശക്തിയായിട്ട് വാ തുറന്ന് കോട്ടുവായ വിടുന്നു. നമ്മൾ ഉച്ചത്തിൽ വാ തുറക്കുന്നിട്ട് എന്തെങ്കിലും കടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴെല്ലാം ഈ ഭാഗത്തുള്ള പ്രഷറിൽ ഒരുപക്ഷേ താടിയെല്ല് ഇവിടെ നിന്ന് ഇളകിപ്പോയി മുന്നിലേക്ക് വന്ന് ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണം കാണിക്കുന്നു? വാ അടയ്ക്കാൻ പറ്റത്തില്ല, അസഹ്യമായ വേദന, ബുദ്ധിമുട്ട്, നീരൊലിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യം വരാം. പലപ്പോഴും ഈ പ്രശ്നം മറികടക്കുന്നതിന് പലരും താടിയെല്ല് പിടിച്ച് ഇടാനൊക്കെ കാണുന്ന നാട്ടുകാർ ഒരു ട്രൈ ഒക്കെ ചെയ്യാറുണ്ട്. ചെയ്യരുത്. ഈ ഭാഗത്ത് മസിലിന് ഇഞ്ചുറി വരാനോ വേദന വരാനോ കാരണമാകും. പ്രധാനമായിട്ടും ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കിടക്കേണ്ട ഈ ലോക്ക് ഇവിടെ നിന്ന് ഇളകി മുന്നിലേക്ക് വന്നൊരു കുഴിയിലേക്ക് കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. താടിയെല്ലിനെ താഴേക്ക് പിടിച്ച് ഈ ലോക്കിൽ നിന്നും ഇളക്കി പുറകിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക മാത്രമാണ് മാർഗം. നമ്മൾ മുമ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള മസിൽ വളരെ ടൈറ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടെ നിന്ന് ഇളക്കി തിരിച്ച് പഴയ ഭാഗത്തേക്ക് എത്തിക്കുന്നത് എളുപ്പമല്ല. ഡോക്ടർമാർക്ക്, പ്രത്യേകിച്ച് ഈ താടിയെല്ല് തിരിച്ച് പിടിച്ചിട്ട് ശീലമുള്ള ആൾക്കാർക്ക് മാത്രമേ കൃത്യമായിട്ട് ഇത് പിടിച്ചിടാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ ഭാഗത്തുള്ള മസറ്റർ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്തിട്ടേ പലപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അസഹ്യമായ വേദന ഉണ്ടായി എന്ന് വരാം. ഇങ്ങനെ ഈ ഭാഗത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്തിട്ട് ഒരുപക്ഷെ താടിയെല്ലിനെ കണക്ട് ചെയ്ത് വയ്ക്കുകയോ ഈ ഭാഗത്ത് ഐസ് പാക്ക് വെച്ച് നീർക്കെട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യണം. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ ജോയിൻറ്റ് വിട്ടുപോകുന്ന ടെൻഡൻസി ഇപ്പോൾ ഒരു തവണ വന്നിട്ടുള്ളവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ നമ്മൾ അമിതമായിട്ട് വാ തുറക്കുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് താടിയെല്ല് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയെന്നറിയാമോ? ഈ ജോയിൻറ്റിന് വരുന്ന നീർക്കെട്ടുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ക്ലിക്ക് ക്ലിക്ക് ചെറിയ കിറുകിറാന്നുള്ള സൗണ്ട് ഈ ഭാഗത്ത് ഫീൽ ചെയ്യും. ചിലർ വാ തുറന്നടയ്ക്കുന്ന സമയത്ത് ഇവിടെ ടിക്കെന്ന സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെല്ലാം തന്നെ ഈ ജോയിൻറ്റിന് ഇടയ്ക്ക് നീർക്കെട്ട് വരുന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ യുവാക്കളിലും യുവതികളിലും ഈ ഒരു പ്രോബ്ലം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്, ഈ ജോയിൻറ്റിന് വരുന്ന നീർക്കെട്ട്. ഇത്തരക്കാർ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ജോയിൻറ്റ് വിട്ടുപോയി മുന്നിൽ വന്ന് കുടയും കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ പിടിച്ചിടുക തന്നെ വേണം. ഇനി ഈ ജോയിൻറ്റ് വിട്ടുപോകാൻ ടെൻഡൻസി ഉള്ളവർക്ക് ഈ പ്രശ്നം മറികടക്കുന്നതിന് ഈ ഭാഗത്തുള്ള മസിലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3-4 വ്യായാമങ്ങൾ പറഞ്ഞുതരാം.
ഒന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ ഈ താടിയെല്ല് നമ്മളിങ്ങനെ പുറകിലേക്ക് വരുന്ന സമയത്ത് താടിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ മാൻഡിബിളിൻ്റെ ഈ ബാക്കിലുള്ള ഭാഗത്ത് കട്ടിയുള്ള മുഴ പോലുള്ള ഒരു മസിൽ കാണാൻ സാധിക്കും. ഈ മസിലിൻ്റെ അവിടെ തൊട്ട് പുറകിൽ എല്ലാണ് തടിച്ച് നിൽക്കുന്നത്. ഈ എല്ലിൻ്റെ അവിടെ നമ്മളിങ്ങനെ മുന്നിലിങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം മുമ്പിലേക്ക് നമ്മൾ മുകളിലേക്ക് പ്രഷറൈസ് ചെയ്ത് പിടിക്കുക. പ്രഷറൈസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ നാവ് മുകളിലത്തെ അണ്ണാക്കിൽ മുട്ടിച്ചിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി വായ തുറക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പതിയെ അടയ്ക്കുക. ഇത് തുടർച്ചയായിട്ട് 15 തവണ ആവർത്തിക്കുക. കാണിച്ചു തരാം. നാവ് മുകളിൽ മുട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലിനെ ടൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ഇവിടെ പ്രഷറൈസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഈ ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുത്തുണ്ട്. അതായത് ഈ ടെമ്പറോ മാൻഡിബിൾ ജോയിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊന്ന് പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേ വ്യായാമം ആവർത്തിക്കുക. ഇതും 15 തവണ വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മസിൽ ടൈറ്റ് ആകുന്നത് അറിയാൻ പറ്റും കേട്ടോ. ഈ വ്യായാമവും പതിവായിട്ട് ചെയ്യുക. കൂടാതെ അടുത്ത വ്യായാമം ഇത് രാവിലെയും വൈകുന്നേരവും 15 തവണ ചെയ്യുക. അടുത്ത വ്യായാമം എന്ന് പറയുന്നത് കൈയുടെ ഈ മസിലുകൾ വെച്ചിട്ട് സർക്കുലർ മോഷനിൽ നമ്മുടെ ഈ മസിലുകൾക്ക് ഓരോ 15 തവണ വെച്ച് ഇങ്ങനെ നൽകുക. അത് മുന്നിലേക്ക് വന്നിട്ട് ചെയ്യാം, താഴേക്ക് ഈ ഭാഗത്തുള്ള മസിലുകൾക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ വരുന്ന മസാറ്റർ മസിലിന് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഈ ടെമ്പറൽ ലോബിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന മസിലിനും ഇതേപടി ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള മസിലുകളെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഈ മസിലുകളിൽ നീർക്കെട്ട് വരുന്ന ടെൻഡൻസി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ താടിയിൽ നമ്മൾ ഇങ്ങനെ വച്ചതിന് ശേഷം താടി ഫോഴ്സ്ഫുള്ളി തുറക്കുക, അടയ്ക്കുക. അങ്ങനെ തുറന്നിട്ട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളിങ്ങനെ ഫോഴ്സ് വെച്ചിരിക്കുന്നതുകൊണ്ട് തുറക്കാൻ പാടായിരിക്കും. ഗ്രാജ്വലി തുറന്ന് അടയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും അതിൻ്റെ പ്രഷർ കിട്ടുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ തുറക്കുന്ന സമയത്ത് താടി ഇങ്ങനെ വശങ്ങളിലേക്ക് പോകാതെ നോക്കണം. കാരണം ഈ ഭാഗത്തേക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നീർക്കെട്ട് വേദന വരാനുള്ള സാധ്യതയുണ്ട്. പതുക്കെ ഇങ്ങനെ ഈ വ്യായാമവും തുടർച്ചയായിട്ട് ചെയ്യുന്നതും ഈ ഭാഗത്തുള്ള മസിൽസിനെ ടൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി വേറൊന്ന് നമുക്ക് പേന വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വേറൊരു എക്സസൈസ് ഉണ്ട്. ഈ പേന നമ്മൾ കടിച്ച് പിടിക്കുക. വളരെ ടൈറ്റായിട്ട് കടിച്ചൊന്നും പിടിക്കേണ്ട. ഇത് ഈ ഭാഗത്തുള്ള മസിൽസിന് കൊടുക്കുന്ന എക്സസൈസാണ്. നമ്മളിതിങ്ങനെ വളരെ ടൈറ്റായിട്ടല്ലാതെ തന്നെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വായ ഇരുവശത്തേക്കും ചലിപ്പിക്കുക. ഇതും 2 തവണ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്തോ ഈ വ്യായാമങ്ങൾ ആവർത്തിക്കാവുന്നതാണ്. പതിവായിട്ട് നമ്മളിത് ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള മസിൽസിനെ ഒന്ന് ടൈറ്റ് ചെയ്യുകയും നമുക്ക് ഇത്തരം ഈ പ്രോബ്ലം വരുന്നതിന് ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒരു വ്യായാമം കൂടെ ഈ ഒരു കാറ്റഗറിയിലുണ്ട്, കാണിച്ചു തരാം. നമ്മൾ നിവർന്നു നിന്നതിന് ശേഷം താടിയിൽ നേരെ ഇങ്ങനെ വച്ചതിന് ശേഷം താടിയെല്ല് തുറക്കുമ്പോൾ മുന്നിലേക്ക് തുറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചരിഞ്ഞ് നിന്നിട്ട് കാണിച്ചു തരാം. അതായത് താടിയെല്ലിനെ മുമ്പിലേക്കാണ് ഞാൻ പ്രഷറൈസ് ചെയ്ത് തുടക്കാൻ നോക്കുന്നത്. ഇത് തുറക്കുന്നത് താടിയെല്ലിൻ്റെ മുമ്പിലേക്കുള്ള മൂവ്മെൻറ്റിനും സഹായിക്കും. തുടർച്ചയായിട്ട് ഈ വ്യായാമങ്ങൾ ആവർത്തിക്കുക വഴിക്ക് നമുക്ക് ഈ താടിയെല്ല് വിട്ടുപോകുന്ന ടെൻഡൻസി ഒഴിവാക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ക്ലിക്കിംഗ് അല്ലെങ്കിൽ കിറുക്കിറ് സൗണ്ട് ഈ ഒരു ഭാഗത്ത് കേൾക്കുന്നതാണ്. അവർക്കെല്ലാം തന്നെ ഈ ഒരു ത്രെട്ടുണ്ട്. നാളെ ഇത് ഇളകി പോയിട്ട് പിന്നീട് ഞാനിത് നോക്കിക്കോളാം എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോഴേ ഈ ജോയിൻറ്റിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചാൽ നമുക്ക് ഈ പ്രശ്നത്തിനെ ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത്തരത്തിൽ ഒരു അപകടം പറ്റി പലയിടത്തും കുടുങ്ങിപ്പോയാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡെഫിനറ്റ്ലി ഇത് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.